ഹലോ നമസ്കാരം, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചിക്കൻ സ്പെഷ്യൽ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ പ്രോസസ്സാണ് ഇനി പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഈച്ച് ആൻഡ് എവറി പോർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലേക്ക് ആവശ്യം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് തൂക്കിയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ടേസ്റ്റ് അനുസരിച്ച് നമുക്കത്. ഇനി ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അടുത്ത സാധനം വേണ്ടത് പുളിക്കാത്ത തൈരാണ്. 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സപ്പ് ആക്കുക. കുഴച്ച് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് അത് പിടിക്കണം. നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അതിൽ വയ്ക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സപ്പ് ആവും. ഇനി വേണ്ടത് നമുക്ക് മസാലക്കൂട്ടുകളാണ്. കറുവപ്പട്ട 2 എണ്ണം, സ്റ്റാർ അനൈസ് 1, ഏലക്കായ 2, ഗ്രാമ്പു 4 എണ്ണം, ബേ ലീഫ് 2 ഇല, പെരുംജീരകം 1.5 ടീസ്പൂൺ, ജീരകം 2 ടീസ്പൂൺ. ഇതൊക്കെയാണ് നമുക്ക് ഈ കൂട്ടുകൾക്ക് വേണ്ടത്. ഇനി വേണ്ടത് 5 വലിയ ഉള്ളി, ഒരു 5 പച്ചമുളക് എരിവുള്ളത്, പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മിക്സ് നമുക്കുണ്ടാക്കണം. അപ്പോൾ ഉള്ളിയെല്ലാം തൊലിക്കളഞ്ഞിട്ട് നമുക്ക് അത് വൃത്തിയാക്കി വെച്ച് നമുക്ക് മിക്സിയിലോട്ടിടാം. ഇത് ഞാൻ പറഞ്ഞ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില അതിൻ്റെ പേസ്റ്റാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് റെഡിക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ട നമുക്ക് നാളികേരം, 1/2 തേങ്ങാമുറി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു മിക്സി ജാറിലിട്ട് അതിനെയും റെഡിക്ക് വയ്ക്കാം. അത് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണത്. മസാലക്കൂട്ട് നമ്മൾ ആദ്യം പ്ലേറ്റിൽ വെച്ചിരുന്ന സകല 6-7 മസാലക്കൂട്ടുകൾ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി നമുക്ക് സ്റ്റവിലോട്ട് വയ്ക്കാം. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഗരം മസാല കൂട്ടുകൾ നമുക്ക് ഈ കടായിലോട്ടിടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് ചൂടായി അതിന് ശേഷം നമുക്ക് മറ്റുള്ള കൂട്ട് ചേർക്കാം. വീണ്ടും ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വീണ്ടും ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഉള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നില്ല നമ്മൾ, അതും ഇതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം എല്ലാം ചേർത്ത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവട്ടെ. അതിൻ്റെ പച്ചമണമെല്ലാം പോകണം. ഈ പ്രോസസ്സെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി, കാരണം മസാലക്കൂട്ടുകളൊന്നും കരിയരുത്. ഇനി അടുത്തത് നമുക്ക് ഇടേണ്ടത് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും ഇതിലോട്ട് മിക്സ് ചെയ്യാം. ലേശം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർത്താണത്, ചിക്കൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ ഈ മസാലയുടെ കൂടെയും കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി വേണ്ടത് നമുക്ക് കസ്തൂരി മേത്തി. ഇത് ഓപ്ഷനിലാണ്. ഇത് വേണ്ടവർക്കിടാം, വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് ഇടുന്നത്. നന്നായിട്ട് പൊടിച്ച് കൈകൊണ്ട് ഞരണ്ടി പൊടിച്ച് അതിൽ ചേർക്കുക. അതും ചേർത്ത് മറ്റുള്ള മസാല കൂടെ എല്ലാം കൂടെ നന്നായിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടെ ഇടാം. വെണ്ണ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. കാരണം വെണ്ണ കൂട്ടുന്ന
പലഹാരങ്ങളായാലും ശരി, ഇനി എന്ത് നമ്മൾ ഡിഷ് ഉണ്ടാക്കണം അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സോ ഈ ചിക്കൻ കറിയിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ടിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സപ്പ് ആക്കുക. അതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ മസാല ചേർത്തത് ഇതിൻ്റെ കൂടെ എല്ലാം കൂടെ മിക്സപ്പ് ആക്കാം. കടായിലോട്ടിട്ടിട്ട് അതിനെ മിക്സപ്പ് ആക്കാം. ഒരു ലേശം വെള്ളം, അതായത് പാത്രത്തിലുള്ള മസാലയുടെ കൂട്ട് തന്നെ ഉള്ള കുറച്ചൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് തന്നെ ചേർക്കുക. ചേർത്ത് എല്ലാം ചിക്കനും മുന്നേ ഉണ്ടായിരുന്ന മസാലയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. നന്നായിട്ട് ചേരണം മസാലയിൽ. ചിക്കൻ്റെ ഈ പാത്രത്തിന് മേലെ നമുക്ക് ഒരു അടപ്പിട്ട് മൂടി വയ്ക്കാം. വേവാൻ വേണ്ടിയാണ്. ആവിയിലത് വെന്തോളും. ഒരു ഇത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത പോലെ തോന്നുന്നുണ്ട്. ഈ ചിക്കൻ്റെ ഈ കറിയുടെ കൂടെ തന്നെ നമുക്ക് വേറൊരു ചേരുവ കൂടിയുണ്ട് അതിൽ. അത് നമ്മൾ ആദ്യം മുന്നേ അരച്ച് വെച്ചിരുന്ന നാളികേരമാണ്. നാളികേരം കൂടുതൽ വെള്ളമൊന്നും അതിൽ ചേർത്തിട്ടില്ല. അരയ്ക്കാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ വൃത്തിയായിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഈ ചിക്കൻ്റെ ഇതിൽ വെള്ളമുണ്ട്. സോ ആ വെള്ളം ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സപ്പ് ആക്കുക. നന്നായിട്ട് ഇളക്കി കൂട്ടിച്ചേരുവകളെല്ലാം നന്നായിട്ട് വ്യഞ്ജനങ്ങളെല്ലാം നന്നായിട്ട് ചേരണം ചിക്കൻ്റെ കൂടെ. ഇപ്പോൾ ഏകദേശം നല്ലൊരു കളറെല്ലാം വന്നിട്ടുണ്ട്. കാരണം നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകമാണ്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത്, ചുടുവെള്ളം ചേർത്ത് അതിൽ മിക്സപ്പ് ആക്കാം. സോ ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിന് മേലെ കുറച്ച് മല്ലിയില തൂവിയാൽ നമ്മുടെ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. ഈ ചിക്കൻ കറിയുടെ കൂടെ ഞങ്ങൾ കുറച്ച് കപ്പ ഉണ്ടാക്കിയിരുന്നു. ആ കപ്പയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിൻ്റെ. സോ എല്ലാവരും ചെക്ക് ചെയ്ത് അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സജഷൻ, വാല്യുബിൾ സജഷൻ വളരെയധികം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കോൺ അടിക്കാതിരിക്കാൻ ഒരിക്കലും മറക്കരുത്. സോ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ഓരോ റെസിപ്പിനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.